ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2176. ഇന്ന് ഡിസംബർ മാസം 15-ാം തീയതി 349-ാമത്തെ ദിവസത്തിലെത്തി. യൗസേപ്പ് നീതിമാനായിരുന്നു എന്നാണ് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ ആദ്യ അധ്യായത്തില് അത് കണ്ടെത്തണം, വായിക്കണം, ധ്യാനിക്കണം. ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നവനും ന്യായപ്രമാണം അനുസരിക്കുന്ന ആളുകളെയുമാണ് തിരുവചനം പൊതുവെ നീതിമാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. യൗസേപ്പ് അത്തരക്കാരനായിരുന്നു. ആ യൗസേപ്പിനെ കുറെ കൂടി നമുക്ക് അടുത്തൊന്ന് അറിയാൻ ശ്രമിക്കാം. ഈ നീതിമാനായ യൗസേപ്പ് തന്റെ പ്രതിസുത വധു വിവാഹത്തിനു മുമ്പ് ഗർഭവതിയായി എന്ന് അറിയുകയാണ്. ദൈവം കൊടുത്ത അറിയിപ്പാണ്. മാനുഷികമായത് ഒട്ടും സ്വീകാര്യമായ ഒരു വാർത്തയുമല്ല. തന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം പൊലിഞ്ഞു പോവുകയാണ്. തുടർന്ന് ഒരുമിച്ചുള്ള ജീവിതം, ഒരു ദാമ്പത്യ ജീവിതം അസാധ്യമാകുകയാണ്. തീർച്ചയായും അത്തരമൊരു സാഹചര്യത്തെ യൗസേപ്പ് എങ്ങനെയാണ് നേരിട്ടത്? ഇവിടെ യൗസേപ്പിന് മുൻപാകെ 2 സാധ്യതകളുണ്ടായിരുന്നു. ഒന്ന്, വിവാഹമോചനം നടത്തുക. 2, വിവാഹത്തിന് മുൻപ് ഗർഭവതിയായ മറിയാമയെ ന്യായപ്രമാണം അനുശാസിക്കുന്ന ശിക്ഷ അനുസരിച്ച് വ്യഭിചാരക്കുറ്റം ചുമത്തുക. ഇവിടെയാണ് ഒരു ദൈവിക ആലോചനയ്ക്ക് യൗസേപ്പ് വിധേയപ്പെടുന്നത്. ഒപ്പം തന്നിലുള്ള നീതിബോധം ഉണരുകയും ചെയ്യുന്നത്. ഓരോ മനുഷ്യനും ചെയ്യാനായിട്ട്, പ്രതികരിക്കാനായിട്ട്, പ്രവർത്തിക്കാനായിട്ട് മാർഗങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. സമൂഹം അംഗീകരിക്കുന്നതാണ്, നിയമം അനുശാസിക്കുന്നതാണ്. അതിനെ ഒരു വിധത്തിലും ആരും തെറ്റാണ്, മോശമായി പോയെന്ന് പറയത്തുമില്ല. എന്നാലും അതിനുമപ്പുറത്ത് ഒരു മനുഷ്യന്റെ നീതിബോധം കൂടി ഉണരേണ്ടത് ആവശ്യമല്ലേ? എൻ്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലെ ഇതുവരെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളെയും പ്രതികരണങ്ങളെയും ഒന്നും കൂടി ഈ ഒരു കാഴ്ചപ്പാടിന്റെ കോണിൽ നിന്ന് നോക്കിയാൽ പലതിനെയും ഓർത്ത് നമ്മൾ വല്ലാതെ ലജ്ജിക്കും. പലതിനെയും ഇനി തിരുത്താനാവാത്തതിനെ ഓർത്ത് വാവിട്ട് നമ്മൾ നിലവിളിക്കും. കാരണം പലതിൻ്റെയും അകത്ത് അല്പം പോലും നീതിബോധത്തിന്റെ അംശം നമ്മൾ കൂട്ടിച്ചേർത്തിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു ധൈര്യത്തിലാണ് നമ്മളെല്ലാം നിർവഹിച്ചത്, പറഞ്ഞത്, ചെയ്തത്. എന്നാൽ യൗസേപ്പിനെ കുറെ കൂടി പരിചയപ്പെട്ടാൽ ഇന്നു മുതലെങ്കിലും എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിലെ വിചാരങ്ങൾ, എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിലെ വാക്കുകൾ, തുടർന്നു വരുന്ന പ്രവൃത്തികളൊക്കെ കുറെ കൂടി നീതിബോധത്തിന്റെ വെളിച്ചം വീണ് അതിനെ കുറെ കൂടി ശുദ്ധീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യും. പ്രാർത്ഥനയോടുകൂടി ആമേൻ.